കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് കസമിക്ക് പകരമായി പുതിയ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് മേധാവിയെ നിയമിച്ച ഇറാൻ ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖാദിമിയെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പുതിയ തലവനായി നിയമിച്ചത്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഞായറാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ്സ് ഉദ്യോഗസ്ഥരായ ഹസൻ മൊഹാഗെക്, മൊഹസൻ ബാഗേരി എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു. ജൂൺ 13-ന് ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മേജർ ജനറൽ മുഹമ്മദ് പാക്പോറാണ് സ്ഥാനത്തിരുന്നത്. പിന്നീട് മുഹമ്മദ് പാക്പോറാണ് ബ്രിഗേഡിയർ ജനറൽ മജീദ് ഖദാമിയെ റവല്യൂഷണറി ഗാർഡ്സ് ചീഫായി നിയമിച്ചത്. കഴിഞ്ഞയാഴ്ച ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനൊരുങ്ങുകയാണെന്ന് ഇസ്രയേൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ വാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളിയിരുന്നു. ഇസ്രയേലിന്റെ കടുത്ത ആക്രമണത്തിൽ ഇറാന്റെ നിരവധി IRGC ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിൽ ഒരു ആശുപത്രി തകർന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി മുഹമ്മദ് പാക്പോറിനെ ചീഫായി നിയമിച്ചപ്പോൾ ഇനി നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്ന് ഇസ്രയേലിനോട് ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് ഉത്തരകൊറിയയും രംഗത്തെത്തി. ഇസ്രയേൽ മധ്യേഷ്യയിൽ സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അപകടങ്ങൾ ഉയർത്തുന്നുവെന്ന് ഉത്തരകൊറിയൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി സർക്കാർ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. US-ഉം പാശ്ചാത്യ രാജ്യങ്ങളും പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ പശ്ചിമേഷ്യൻ സമാധാനത്തെ ബാധിച്ച ക്യാൻസർ പോലുള്ള ഒന്നാണെന്നും ആഗോള സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന്റെ മുഖ്യ കുറ്റവാളിയാണെന്നും ഇന്നത്തെ ലോകം സാക്ഷ്യം വഹിക്കുന്ന സംഭവങ്ങൾ വ്യക്തമായി തെളിയിക്കുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. മധ്യേഷ്യയിൽ ഒരു പുതിയ യുദ്ധം കൊണ്ടുവന്ന സയനിസ്റ്റുകളെ അവരെ തീക്ഷ്ണമായി സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പിന്നണി ശക്തികളും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നശിപ്പിക്കുന്നതിന് പൂർണ്ണമായും ഉത്തരവാദികളായിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഇസ്രയേലിനെതിരായ ഉത്തരകൊറിയയുടെ പ്രസ്താവന ഇറാനുമായുള്ള അതിന്റെ അടുത്ത ബന്ധത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. 1973 മുതൽ ഇറാനും ഉത്തരകൊറിയയും അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതേസമയം ആയുധങ്ങൾക്കും ആണവ പരിപാടികൾക്കും US-ന്റെയും സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾക്ക് ഇരയാക്കപ്പെട്ട രാജ്യമാണ് ഉത്തരകൊറിയ. എന്നാൽ പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിച്ച ഇസ്രയേലും ഇറാനും വ്യാഴാഴ്ച രാവിലെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ബീർബഷയിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ തകർന്നു. തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രിയാണിത്. ആക്രമണത്തിൽ 32 പേർക്ക് പരിക്കേറ്റു. പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി ജീവനോടെ വിടില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിന്റെ സൈനിക ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ സമീപത്താണെന്ന് ഇറാൻ അവകാശപ്പെട്ടു. വ്യാഴാഴ്ചത്തെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ അരാക്കിലുള്ള കോണ്ടബ് ആണവ നിലയത്തിലെ ഖനജല റിയാക്ടർ തകർന്നു. അതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയെന്നും ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാനുള്ള അവസരമെന്ന നിലയ്ക്കാണ് അന്തിമ തീരുമാനം വൈകിപ്പിക്കുന്നതെന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സൈനിക ഇടപെടൽ നടത്തിയാൽ അമേരിക്കയിലെ ക്രിമിനൽ ഭരണകൂടവും അതിന്റെ വിഡ്ഢിയായ പ്രസിഡന്റും വിവരമറിയുമെന്ന് ഇറാന്റെ ഗാർഡിയൻ കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കാൻ തങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.